ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നമ്മുടെ മനസ്സ് എപ്പോഴും ഓരോ വിഷയങ്ങളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു സെക്കൻഡുകളെ കൊണ്ട് ലോകം മുഴുവൻ ചുറ്റി വരാൻ മനസ്സിന് സാധിക്കും. അങ്ങനെയുള്ള ആ മനസ്സിനെ നമ്മൾ അഭ്യാസം കൊണ്ട് എപ്പോഴും ആത്മചിന്തയിൽ തന്നെ വ്യാപരിക്കാൻ ശീലിപ്പിക്കണം. അതിനാലൊരു കവി പറയുന്നു, എൻ മനസ്സെപ്പോഴും ആത്മനീ ചേർന്നീടിൽ ദ്വന്ദ്ങ്ങളൊന്നുമേ ബാധിക്കില്ല. ജീവിതം ഭാരമായി തീരില്ലൊരിക്കലും നിത്യാനന്ദത്തിൽ ലയിക്കാമാർക്കും. ഈ നിത്യാനന്ദമാണ് നമുക്കെല്ലാവർക്കും വേണ്ടത്. അത് ലഭിക്കണമെങ്കിൽ നമുക്കെന്താ വേണ്ടത് എന്നാണ് പറയുന്നത്. എൻ മനസ്സെപ്പോഴും ആത്മനി ചേർന്നീടിൽ ദ്വന്ദ്ങ്ങളൊന്നുമേ ബാധിക്കില്ല. എൻ മനസ്സ്, നമ്മുടെ മനസ്സ് എപ്പോഴും ആത്മവിചാരത്തിൽ തന്നെ മുഴുകിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ദ്വന്ദ്ങ്ങളൊന്നുമേ ബാധിക്കില്ല. എന്താണ് ഈ ദ്വന്ദ്ങ്ങൾ? ഇഷ്ടമുണ്ടെങ്കിൽ അനിഷ്ടമുണ്ട്, തെറ്റുണ്ടെങ്കിൽ ശരിയുമുണ്ട്, സ്നേഹമുണ്ടെങ്കിൽ വെറുപ്പുമുണ്ടാവും, വേണ്ടാത്തതുണ്ടെങ്കിൽ വേണ്ടതുമുണ്ട്, വിജയമുണ്ടെങ്കിൽ പരാജയവുമുണ്ട്. ഇതിനാണ് ദ്വന്ദ്ങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ മനസ്സ് ആത്മാവിലാണ് എപ്പോഴും ചരിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ അവിടെ ഇഷ്ടവും അനിഷ്ടവും ഇല്ല, വിജയവും പരാജയവുമില്ല, തെറ്റും ശരിയും ഇല്ല, വേണ്ടതും വേണ്ടാത്തതും ഇല്ല. അപ്പോൾ ഏകത്വം മാത്രമാണ്. അതാണ് ദ്വന്ദ്ങ്ങളൊന്നുമേ ബാധിക്കില്ല. എൻ മനസ്സെപ്പോഴും ആത്മനീ ചേർന്നീടിൽ, എൻ്റെ മനസ്സെപ്പോഴും ആത്മഭാവത്തിൽ തന്നെയാണ് മുഴുകിയിരിക്കുന്നതെങ്കിൽ ഈ ഇഷ്ടാനിഷ്ടങ്ങളോ തെറ്റും ശരിയോ വേണ്ടതും വേണ്ടാത്തതുമോ ഒന്നും നമുക്ക് ബാധകമല്ല. ജീവിതം ഭാരമായി തീരില്ലൊരിക്കലും. നമ്മുടെ ജീവിതം അടുക്കാ തീർന്ന് കിട്ടിയാൽ മതി, മരിച്ചു കിട്ടിയാൽ മതി എന്ന് തോന്നുന്നത് ജീവിതം ഭാരമുള്ളതായി തോന്നിയിട്ടാണ്. എന്നാൽ ആത്മനി മനസ്സ് എപ്പോഴും ഒഴുകുകയാണെങ്കിൽ ജീവിതം ഭാരമായി തീരുകില്ലൊരിക്കലും. നിത്യാനന്ദത്തിൽ ലയിക്കാമാർക്കും. ആർക്കും, സ്ത്രീക്കും പുരുഷനും വയസ്സനും കുട്ടികൾക്കും യൗവനയുക്തർക്കും ആർക്കും തന്നെ മനസ്സാത്മനി പ്രവേശിക്കുന്നത് ആർക്കാണോ അവർക്കെല്ലാം നിത്യാനന്ദമായിരിക്കും അനുഭവം. നമുക്ക് വേണ്ടതും അത് തന്നെയല്ലേ, നിത്യാനന്ദമല്ലേ വേണ്ടത്. അല്ലാതെ അല്പസമയത്തെ ആനന്ദമല്ല, അല്പസമയത്തെ സുഖമല്ല നമുക്ക് വേണ്ടത്. ഒരിക്കലും നശിക്കാത്ത സുഖമായിരിക്കണം നമുക്ക് ഉണ്ടാവേണ്ടത്. എൻ മനസ്സെപ്പോഴും ആത്മനി ചേർന്നീടിൽ, നമ്മുടെ മനസ്സെപ്പോഴും ആത്മാവിൽ തന്നെയാണെങ്കിൽ എന്നെ നടത്തുന്നതും ഇരുത്തുന്നതും ഉറക്കുന്നതും ഉണർത്തുന്നതും ഊട്ടുന്നതും ഉണ്ടതിനെ ദഹിപ്പിക്കുന്നതും എന്ന് വേണ്ട ഈ ശരീരത്തിൻ്റെ ഓരോ ചലനവും ആ സർവേശ്വരൻ്റെ സാന്നിധ്യം കൊണ്ടാണെന്ന ബോധം എപ്പോഴും ഉണ്ടായാൽ, അതാണ് എൻ മനസ്സെപ്പോഴും ആത്മനി ചേർന്നേടിൽ ദ്വന്ദ്ങ്ങളൊന്നുമേ ബാധിക്കില്ല. ജീവിതം ഭാരമായി തോന്നില്ലൊരിക്കലും. നിത്യാനന്ദത്തിൽ ലയിക്കാമാർക്കും. ഇതല്ലേ വേണ്ടത്. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ.